ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാവോ? ഫ്രൈഡ് റൈസ് തന്നെയാ, പക്ഷെ ഒരു ടോട്ടലി ഡിഫറെൻ്റാ. എന്നാന്ന് വെച്ചാൽ ഇതൊരു ഇൻഡോനേഷ്യൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഇതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ നാസി ഗോരങ് എന്നാന്നു ഈ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റൈസിൻ്റെ പേര്. ഇതൊരു പ്രത്യേക ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് ഒരു കാര്യം ചെയ്തോണേ, ഒന്ന് കറക്റ്റായിട്ട് എഴുതിയെടുത്താൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ നോക്കും. ഒത്തിരി സ്പൈസി അല്ല, സ്പൈസി ആക്കണമെങ്കിൽ നമുക്ക് ആക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസും എന്നാന്ന് പറയാം. ഇപ്രാവശ്യം ഇൻഗ്രീഡിയൻസിനകത്ത് ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഒലീവ് ഓയിൽ ഇച്ചിരി വില കൂടുതലല്ല, അന്നേരം പിന്നെ തൊട്ടാ കൈ പൊള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ആ ഒലീവ് ഓയിലാണ് എടുത്തത്. കാര്യം എന്നാ, കൈ പൊള്ളൂന്ന് വിചാരിച്ചിട്ട് എടുത്താണോ വെച്ചേ എന്ന് വിചാരിക്കല്ലേ. കാര്യം എന്താണെന്ന് പറയുക, ഇതിന് ആ ഫ്ലേവർ വേണം. അതുകൊണ്ട് നമുക്കൊരു ചെറിയ കുഞ്ഞു ബോട്ടിൽ മേടിക്കാം കേട്ടോ. അത് ഒത്തിരി ഒന്നും വേണ്ട, നമുക്കൊരു 2 or 3 ടേബിൾ സ്പൂൺ മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ചെറിയ ബോട്ടിലൊക്കെ മേടിച്ചോ. കാര്യം ഈ ഒരു ഇൻഡോനേഷ്യൻ ഫ്രൈഡ് റൈസ് നമുക്ക് ഉണ്ടാക്കണ്ടേ. ഇനി അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നൊക്കെയാന്ന് പറയാൻ പോവാണേ. ഫസ്റ്റ് നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ, പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പിന്നെ കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ്. ഇതെന്നാന്നറിയാവോ, ഇത് ഇച്ചിരി പച്ചമുളകാണ്. ഈ പച്ചമുളക് ഇതിന് ഞാൻ പറഞ്ഞില്ലേ ബേസിക്കലി എരിവ് കുറവാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എരിവ് ഇടാവേ. അതെന്നാന്ന് വെച്ചാൽ ഇത് ഡീസീഡഡ് ആന്നു, അതായത് പച്ചമുളകിൻ്റെ അല്ലി മുഴുവൻ കളഞ്ഞേച്ച് അരിഞ്ഞു വെച്ചേക്കുക. ഇത് നീളത്തിൽ തന്നെ അരിയണമെന്നൊന്നുമില്ല, കുഞ്ഞായിട്ട് അരിഞ്ഞേച്ചാലും മതി, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇത് പക്ഷേ ഇങ്ങനെ ഞാൻ ക്യാരറ്റ് ആ ഷേപ്പിന് അരിഞ്ഞുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞതേ ഉള്ളൂ. അല്ല, എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരു അങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ വേണ്ടിയത് എന്നാന്നോ, ഒരു വലിയ സവാളയാണ് വേണ്ടിയത്, അത് കുഞ്ഞായിട്ട് അരിക്കുക. പിന്നെ ഇതിനകത്ത് വേണ്ടിയത് കുറച്ച് ബോൺലെസ് ചിക്കൻ. അതായത് ഇതിപ്പോൾ ഞാൻ എന്നാ ചെയ്തതെന്നറിയാവോ, ചിക്കൻ ബ്രസ്റ്റ് മേടിച്ചേച്ച് അത് മുറിച്ചെടുത്തേക്കുക. പിന്നെ വേണ്ടിയത് ഇച്ചിരി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാം, വലുതായിട്ട് ഗ്രേറ്റ് ചെയ്യണം, കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്യല്. ഇത് പക്ഷേ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടില്ല, ലെങ്ത് വൈസ്, അത് ജൂലിയൻ വൈസ് അരിഞ്ഞേക്കുക. പിന്നെ വേണ്ടിയ കുറച്ച് പീസ. ഇത് സ്പ്രൗട്ടഡ് ആയിട്ടുണ്ട്, പക്ഷെ നല്ല കുറച്ച് ഹെൽത്താണ്. അതല്ല സാധാ പീസ ആണെങ്കിൽ അതായാലും മതി, പക്ഷെ വേവിച്ചായിരിക്കണം. അല്ലെങ്കിൽ വേവിച്ചത് നമുക്ക് വാങ്ങാൻ കിട്ടും, അതായാലും മതി. പിന്നെ വേണ്ടിയത് കുറച്ച് കൊഞ്ച്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പും കുരുമുളകുമാണ് ഇതിൻ്റെ ബേസായിട്ട് വരുന്നത്. ഇത് പിന്നെ ഞാൻ കുറച്ച് ബാസ്മതി റൈസ് നല്ല വേവിച്ച് വെച്ചേക്കുക. ഇതാണ് നമ്മുടെ സെസ്വാൻ സോസ്. ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ വലിയൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ആ സോസ് ഇപ്പോൾ കാണിക്കുകയല്ല, അടുത്തൊരു എപ്പിസോഡിൽ കാണിക്കാം. ഉണ്ടാക്കാൻ മെനക്കേടാണെന്നുണ്ടെങ്കിൽ വെളിയിൽ വാങ്ങിക്കാൻ കിട്ടും, അത് മേടിച്ചാലും മതി. പിന്നെ വേണ്ടിയത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, പിന്നെ വേണ്ടിയത് കുറച്ച് സോയാ സോസ്. ഇത്രയും സാധനമാണ് വേണ്ടിയത്. ഇതിനകത്ത് ഒത്തിരി വെജിറ്റബിളും ഇല്ല, എന്നാൽ നോൺ വെജ് ഉണ്ട് താനും. നോൺ വെജ് ആണെന്ന് തോന്നുന്നല്ലേ ഒരു ഇച്ചിരി കൂടുതൽ. സാരമില്ല, എന്നാലും ഒരു ഞായറാഴ്ച ദിവസമൊക്കെ ആണെന്നല്ലേ നമ്മളെപ്പോഴും ഈ പറഞ്ഞ കൂട്ട് എന്നേലും ഒരു നോൺ വെജിനോട് കൂടുതൽ കരുതുന്നേ. അന്നേരം പിന്നെ ഒരു ഈ പറഞ്ഞ അമ്മമാരെ പോലെ നമ്മളെപ്പോലെ അമ്മമാർക്കൊക്കെ ഇച്ചിരി എളുപ്പമുള്ള കാര്യം കേട്ടോ. അതുകൊണ്ട് കളയണ്ട, കണ്ടുപിടിച്ചു. ഇപ്പം എന്നാ വെച്ചാൽ പാൻ ചൂടാക്കി വെച്ച് നമുക്ക് ആദ്യം ഒലീവ് ഓയിൽ ഒഴിക്കാം. ഒലീവ് ഓയിൽ നമുക്ക് ഇച്ചിരി മതിയാവേ. എന്നാന്നോ, ഒത്തിരി ആദ്യമേ ഒഴിച്ചു കൊടുക്കണ്ട, ആദ്യം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതിനെ ഒന്ന് ഒത്തിരി നേരത്തെ പണിയൊന്നുമില്ല. എല്ലാം ഇച്ചിരി നേരിയതായിട്ടൊക്കെ അരിഞ്ഞേക്കുക എന്നുകൊണ്ട് പെട്ടെന്ന് വെന്തും കിട്ടും. പിന്നെ ചോറാന്നേൽ വേവിച്ച് വെച്ചേക്കുന്നതും കൂടിയാ, അന്നേരം പിന്നെ ടെൻഷനേ ആക്കണ്ട, നമുക്ക് വേഗാവും. ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, എന്നീ ചെയ്യണോ, ഇത് ഇച്ചിരി ഒന്ന് മൂക്കണേ. ഇതിപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാ, പക്ഷേ നമുക്ക് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി വെളുത്തുള്ളി ഇച്ചിരി അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല, ഇഞ്ചി പക്ഷേ വേണ്ട കേട്ടോ.
ശരിക്കും ഒലീവ് ഓയിലിനകത്ത് ഇത് മൂക്കുമുണ്ടല്ലോ ഒരു പ്രത്യേക മണമാണ്. നമ്മുടെ ഈ പറഞ്ഞ കൂട്ട് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഒക്കെ മൂക്കുന്ന കൂട്ടല്ല, ഒരു പ്രത്യേക മണമാണ് അതിന് വരുന്നത്. ഇതിനകത്തോട്ട് നമ്മുടെ പച്ചമുളക് ഇടുവാണേ. ഇത് ഡീസീഡഡ് ആന്നു, കുരുവില്ല. അല്ല, എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുവോടുകൂടെ തന്നെ ഇടാം. ഇതിനൊന്നും ഒത്തിരി സമയമൊന്നും എടുക്കുകയല്ല കേട്ടോ, എല്ലാം പടപടപടപടാവും. കാര്യം ഫ്രൈഡ് റൈസിന് നമ്മൾ ഒത്തിരി അതിനെ ബ്രൗൺ ആക്കിയോ അങ്ങനെ ഒന്നും ചെയ്യേല. ഇതിനകത്തോട്ട് ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇടുക. ഇതും ഒരുപാട് എന്നാ പറയുന്ന ഈ ഉള്ളി ഒന്നും മൂക്കണ്ട, എന്നാ പറയുന്ന ആ ഒരു റോ ടേസ്റ്റ് മാറുമ്പോഴത്തേനും നമുക്ക് അടുത്തിടാം. ഇനി ഇതിനകത്തോട്ടാന്നു വേണ്ടേ നമ്മുടെ ഉള്ളിയില് ഒരു ഇച്ചിരി ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ ചിക്കൻ ഇടാൻ പോകും. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് കരുതുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചിക്കൻ ഇട്ട പുറകെ അതിനകത്ത് നിന്ന് തന്നെ നമ്മൾ ആ സ്റ്റോക്ക് വരുമല്ലോ, ചിക്കൻ തന്നെ വെള്ളം ഉണ്ട്. അപ്പം അതിനകത്ത് തന്നെ ആ വെള്ളം വരുമ്പോൾ നമ്മൾ ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റും കൂടെ ഇതിനകത്തോട്ട് ഗ്രേറ്റഡ് ആന്നു ഏറ്റവും നല്ല. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് പീസ്, പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഈ പീസിനോട് ഇച്ചിരി അലർജിയാണേ, അന്നേരം അവന്മാർ കഴിക്കുമല്ല. അതിന് ഞാൻ എന്നാ ചെയ്യും, ഒന്നെങ്കിൽ പീസ് അല്ലെന്നുണ്ടെങ്കിൽ പീസൊക്കെ ഇങ്ങനെ നമുക്കൊരു പച്ച നിറവും കൂടെ അതിനകത്തോട്ട് വേണ്ടേ, അതിന് വേണ്ടിയാണ് ഇച്ചിരി പീസ് ഇടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പീസ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ബീൻസ് ഇട്ടേച്ചാലും മതി. ഇനി നെക്സ്റ്റ്, അതായത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ആ സ്റ്റൗ വെക്കേണ്ടത്. അന്നേരം പെട്ടെന്ന് ഇത് കട്ടിയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വേവും. ഇനി ഞാൻ നെക്സ്റ്റ് ഇടാൻ പോകുന്നത് നമ്മുടെ കൊഞ്ച. കൊഞ്ചും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഇതിനു വേണ്ടി, അതായത് നമ്മളിപ്പോൾ ചേർത്തേക്കുന്ന എല്ലാത്തിനും കൂടെ കുറച്ച് അതിന് വേണ്ടി ഉള്ള കുരുമുളകും ഉപ്പും ചേർക്കാം. നമ്മൾ ഫ്രൈഡ് റൈസിനാണെങ്കിലും ഒത്തിരി കുരുമുളകൊന്നും ചേർക്കില്ല. പക്ഷെ എന്നാൽ ആ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ അതിന് വരികയും വേണം. അപ്പം അതിന് വേണ്ടിയുള്ളത് ചേർത്തോണേ. ചിലർക്കാണെങ്കിൽ ഒത്തിരി ആ കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്, ചിലർക്കാണെങ്കിൽ അത്ര ഇഷ്ടമല്ല. പിന്നെ ഇതിനകത്താന്നേലും നമ്മൾ ഇച്ചിരി സെഷ്വാൻ സോസ് ചേർക്കുന്നുണ്ട്. അന്നേരം പിന്നെ ആ കുരുമുളകിൻ്റെ മുന്നിട്ട് നിൽക്കണ്ട. അപ്പം ഇപ്പം കണക്കിനുള്ളത് ചേർക്കുക. പിന്നെ നോക്കിയിട്ട് നമുക്ക് ആ ചോറ് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് വേണ്ടിയ കുരുമുളക് ഒന്നുകൂടെ ഇടാം. ഇനി എന്നാന്നറിയോ, അതിനകത്ത് കൊഞ്ചും ഇറച്ചിയും പച്ചക്കറി എല്ലാം ഇരിക്കുക. എന്നാൽ നമ്മുടെ ആ സ്റ്റോക്ക് കുറച്ച് എന്നാ പറയുന്ന ആ ഇറച്ചിയിൽ നിന്നൊന്ന് ഇറങ്ങും. പക്ഷെ എന്നാലും പോരാ, ഇച്ചിരി വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ആ കൊഞ്ചും ഇറച്ചിയും കൂടെ ഒന്ന് വേവുകയും ചെയ്യും അല്ലേ. അന്നേരം ഞാനിപ്പോൾ ഒഴിച്ച് കണ്ടില്ല, ഇച്ചിരി വെള്ളം ഒഴിച്ചായിരുന്നു. നമ്മുടെ കൊഞ്ചും ചിക്കനും എല്ലാം വെന്തിട്ടുണ്ട്. കൊഞ്ച് വേവിക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചോണേ, നമ്മൾ ഫ്രൈഡ് റൈസിൽ
ഇത് ഇങ്ങനെ ഇടുവാന്നേ മുഴുത്ത കൊഞ്ചാന്നേലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് ഏകദേശം ഒന്ന് കൊഞ്ചം വെന്തു അങ്ങ് എന്നാ പറയുക ഒരു ഒത്തിരി സോഫ്റ്റ് ആവണ്ട. പിന്നെ ഈ പറഞ്ഞ തൊട്ട് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് അപ്പച്ചനും അമ്മച്ചിമാർക്കൊക്കെ എല്ലാവർക്കും സന്തോഷത്തോടെ കഴിക്കാനാണെങ്കിൽ കുറച്ച് വേവിച്ചോ. അല്ലെങ്കിൽ ബേസിക്കലി നമ്മൾ ഫ്രൈഡ് റൈസിൽ കാണുന്നത് എന്നതാ കൊഞ്ചൊരു ഇച്ചിരി വേവ് കുറവായിട്ടല്ലേ വരുന്നത് എന്ന് പറഞ്ഞാൽ പച്ചക്കെന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു ഇച്ചിരി ഒരു കടിക്കുന്ന ഒരു ക്രഞ്ചിനെസ് ആ കൊഞ്ചിനുണ്ടാവും, ഒത്തിരി സോഫ്റ്റ് ആവുകയില്ല. ഇപ്പം ഞാൻ ഇവിടെ വേവിച്ചേക്കുന്ന ഇറച്ചിയും കൊഞ്ചും എല്ലാം അതേ കൂട്ടായിട്ടുണ്ട്. എൻ്റെ ആ വെള്ളമൊക്കെ ഏകദേശം നമ്മുടെ ആ ചട്ടിയിൽ വെള്ളമൊക്കെ ഏകദേശം നല്ല ഓൾമോസ്റ്റ് അത് ഡ്രൈ ആയി. എന്നിട്ട് ഇച്ചിരി ഒലിവ് ഓയിൽ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ, ഞാൻ കുറച്ച് നമ്മുടെ സെഷ്വാൻ സോസ് ഒഴിക്കാൻ പോവാ. സെഷ്വാൻ സോസ് ബേസിക്കലി കുറച്ച് സ്പൈസി ആയിരുന്നു. അന്നേരം ചേർക്കുമ്പം നോക്കിയും കണ്ടും ചേർത്തോണം. ഞാനിപ്പോൾ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു വലിയ ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കത്തുള്ളൂ. പിന്നെ ചോറും കൂടെ ചേർത്തേച്ച് ഇച്ചിരി കൂടെ ഒക്കെ എരിവ് വേണമെന്നുണ്ടെങ്കിലാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ചേർക്കാം. ഇപ്പം ഞാൻ ഒരു ഫുൾ ടേബിൾ സ്പൂൺ. ഇതിനെന്നാന്നറിയോ, കുറച്ച് എരിവുള്ളതാണ്. ഓൺ എ ഹൈ ഫ്ലെയിം ആണേ, എന്നാലേ നമുക്ക് ചോറും കൂടി ഇട്ടേച്ച് ഒന്ന് മിക്സ് ചെയ്ത് അത് എടുക്കാനൊക്കത്തുള്ളൂ. വലിയ വലിയ ചെഫൊക്കെ ആണെന്നേൽ എന്നാ എടുക്കുമെന്നറിയാവോ, ഇത് ഇട്ടേച്ച് നല്ലതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കും. പക്ഷെ ഈ പറഞ്ഞ കൂട്ട് ഞാനൊരു വെറും പാവം ഒരു അടുക്കളക്കാരിയല്ലേ, നമുക്ക് അത്ര ഒന്നും അറിയാൻ മേല. എന്നാലും വിട്ടുകൊടുക്കരുത്, കുറച്ചൊക്കെ നമ്മുടെ സ്പൂൺ വെച്ചെങ്കിലും നമ്മൾ ടോസ്റ്റ് ചെയ്യണം. ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി സ്പ്രിംഗ് ഓണിയനും കൂടി ഇടാൻ പോവാ. എന്നാന്നറിയാം, ആ ഒരു സ്പ്രിംഗ് ഓണിയന്റെ ഫ്ലേവറും കൂടി ഇതിനകത്തോട്ടൊന്ന് ഇറങ്ങട്ടെ. ഇപ്പൊ നല്ലൊരു ഫ്രൈഡ് റൈസിന്റെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രേവി ആണെന്നേൽ കുറച്ചുകൂടി ഉണ്ട്. അന്നേരം ഞാൻ ഇച്ചിരി ചോറും കൂടി ഇതിനകത്തോട്ട് ഇടാൻ പോവാ. ഈ ഫ്രൈഡ് റൈസിലൊക്കെ ആന്നേലുണ്ടല്ലോ, ഏത് സമയം നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ഇടുവാന്നേൽ ആ ഫ്രൈഡ് റൈസിൻ്റെ ആ സ്മെല്ല് വരും. അന്നേരം ഇടയിൽ ഇട്ട് കൊടുത്തേക്കണേ. ഈ സമയത്താന്നു നമ്മൾ ശരിക്കും നമ്മുടെ സോസ് മതിയാവോ അതോ സോസിൻ്റെ ടേസ്റ്റ് ആണോ ഇഷ്ടപ്പെടുന്നത്, അതല്ല കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് ആണോ എന്നുള്ളത് ഈ സമയത്താണ് നോക്കണ്ടേ. ടോസ്റ്റ് ചെയ്യാൻ അത്രയും കൈവാക്കൊന്നും ഇല്ലേൽ ചെറിയ ഫ്ലെയിമേൽ വെച്ചേച്ചാൽ മതി. അല്ലെന്നുണ്ടേലുണ്ടല്ലോ നമ്മൾ ടോസ്റ്റിംഗ് ഒന്നും നടക്കുകയില്ല, നമ്മുടെ ഫ്രൈഡ് റൈസ് ചീറ്റിപ്പോകും. ഇനിയിപ്പോൾ എനിക്ക് ഇതിന് വലിയ പരിപാടിയൊന്നുമില്ല, ഇതിൻ്റെ എല്ലാം കഴിഞ്ഞു. ഞാൻ ഈ ചേർത്തേക്കുന്ന സോസ് എൻ്റെ കണക്കിന് ഈ പറഞ്ഞ കൂട്ട് എന്നാന്നോ ഒത്തിരി എരിവ് എനിക്ക് ഒക്കിയല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാറില്ല. കാര്യം എന്ന് വെച്ചാൽ പിള്ളേർക്കൊന്നും എരിവ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുകയില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴത്തേന് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഫസ്റ്റ് എരിവ് ഒത്തിരി വേണ്ടിയവരാന്നേൽ പച്ചമുളക് ഡീസീഡ് ചെയ്യേണ്ട. സെക്കൻഡ് ഓപ്ഷൻ എന്നാന്ന് വെച്ചാൽ കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ആ കുരുമുളക് കൂടുതൽ വേണമെങ്കിൽ ഇടാം. പൊടി അതിനിടേണ്ട, ക്രഷ്ഡ് അല്ല. പിന്നെയും എരിവ് വേണം എന്നുണ്ടെങ്കിൽ സെഷ്വാൻ സോസിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടും. എനിക്കിപ്പം ഒത്തിരി കൂടുതൽ വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി ഇട്ടിട്ടില്ല. ഒത്തിരി ബേസിക്കലി എന്നാന്നോ നമ്മൾ ഒത്തിരി അങ്ങ് സ്പൈസി ആവുകയാന്നേൽ നമ്മൾ എന്നാ കറി ഉണ്ടാക്കിയാലും ഉണ്ടല്ലോ അതിൻ്റെ ആ ടേസ്റ്റ് അറിയാൻ ഒക്കിയല്ല. അതുകൊണ്ട് എപ്പോഴും ഇച്ചിരി മീഡിയം സ്പൈസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ നോക്കും. ഇനി ഞാനിത് അടച്ചു വെക്കാൻ പോവാ. അടച്ചു വെക്കുന്നതിന് മുന്നേ ആ ചൂടോടെ തന്നെ ഞാൻ ഇച്ചിരി സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടേച്ച് ഓൺ എ ഹൈ ഫ്ലെയിം നല്ലതായിട്ടൊന്ന് ആവി കയറി കഴിയുമ്പോൾ I'm going to close the lid. അപ്പോൾ ആ ആവിയിലിരുന്നേച്ച് ഇതൊന്ന് ഓക്കെ ഓഫ് ചെയ്യാൻ പോവാം. ഇപ്പം നിങ്ങൾ വിചാരിച്ചു ഇന്തോനേഷ്യൻ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ നാസി ഗോറങ് റെഡി ആയെന്നല്ലേ? വെരി സോറി, ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? അത് ഇനിയിപ്പോൾ ഈ ചൂടോടെ തന്നെ ഈ ഫ്രൈഡ് റൈസ് ഇവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ മുട്ടയൊന്ന് ശരിയാക്കണ്ടേ. അത് നീ പറഞ്ഞ പോലെ സ്ക്രാമ്പിൾഡ് ഒന്നും അല്ല, അത് ഈ ബുൾസായി കൂട്ടുണ്ടാക്കണം. അതിന് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഒരു പാൻ എടുത്തോണ്ട്
നമ്മൾ മുട്ടയുടെ ഇത് ഉണ്ടാക്കുമ്പോഴത്തേനുണ്ടല്ലോ എപ്പോഴും കുഞ്ഞു ഫ്ലെയിം മതിയേ. അന്നേരം ഞാൻ ചെറിയ അടുപ്പേ വെച്ചേക്കുക, മറ്റേ ഞാൻ ഓഫ് ചെയ്തു. ആ ഹൈ ഫ്ലെയിമേ തന്നെ കുറച്ച് ചൂട് സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി ഇതിനകത്തോട്ട് ഇറങ്ങാൻ വേണ്ടി വെച്ചാൽ ഞാൻ ആ ചൂടോടെ അടച്ചു വെച്ചേക്കാം. കുറച്ച് ഒലിവ് ഓയിൽ, ഒത്തിരി ഇല്ല, ഇച്ചിരി ഉള്ളൂ. എന്നാന്ന് പറയാം, ഒരു മുട്ട അറ്റ് ടൈം ഇടാനൊക്കെ തോന്നും. ഇനിയിപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചേക്കുക. ഇതിനകത്തോട്ട് നമുക്കൊരു മുട്ട ഇടും. ഇതെന്നാ ചെയ്യണമെന്നറിയാവോ? ഇത് ശരിക്കും നമ്മൾ ഈ മുട്ട ബുൾസായി കൂട്ടല്ലേ ഒഴിക്കുന്നേ, അതേപോലെ തന്നെ ഒഴിച്ചേച്ച് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ചുറ്റും എന്നാന്ന് വെച്ചാൽ ഇതിനൊരു സ്പെഷ്യൽ ഒരു അറ്റൻഷൻ പോലെ ഇതിന് വരുന്ന എന്നാന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഫ്ലേവർ വരുന്ന എന്നാന്നറിയോ? ഇതിൻ്റെ സൈഡിൽ കുറച്ച് സോയാ സോസ്, അതായത് ഒരു 2-3 ഡ്രോപ്സ് ഓഫ് സോയാ സോസ്, അത്രയും മാത്രം മതി. എന്നുവെച്ചാൽ എന്നാ ചെയ്യണമെന്നോ, ഈ സോസിനെ ഇതിനകത്തോട്ട്, അതായത് ആ ഒരു എന്നാ പറയുന്നത്, ആ മുട്ടയൊന്ന് ആ സോസുമായിട്ടൊന്ന് ഇച്ചിരി ഒന്ന് ചേരണം. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് സോസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്നത്, ഇതല്ല. ഇതിനകത്ത് ഇച്ചിരി മുട്ടയ്ക്കകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പും ഒരു ഇച്ചിരി കുരുമുളകും കൂടി ഇട്ടേച്ചാൽ നല്ലയാ. ആ ഫ്ലേവർ അല്ലെങ്കിൽ നമ്മളൊരു പച്ചമുട്ട തിന്നുന്നതിന് ഇഷ്ടപ്പെടുകയല്ല. അവിടെ ഇച്ചിരി ഞാനൊരു കുറച്ച് ആ മുട്ടയ്ക്ക് വേണ്ടി മാത്രം ഇച്ചിരി ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ഇതിനകത്തോട്ട് ഇടുക. ഓക്കെ, ഇട്ടു. ഇനി എന്നാന്നോ, ഈ മുട്ടയ്ക്ക് ഒത്തിരി വേവൊന്നുമില്ല, എന്നാലും ആ മുട്ടയുടെ മേളിൽ നമ്മൾ ആ യോക്കില്ലേ, യോക്ക് മാത്രം കുറച്ചൊന്ന് വേവണം. അതായത് ആ ഒരു മേളത്തെ ഭാഗം മാത്രം ഒന്ന് വെന്തേച്ച് നമ്മൾ, പക്ഷെ അത് മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് ഫ്ലോട്ട് ചെയ്യണം ആ യോക്ക്. അത്രയും മാത്രം വേവ് മാത്രം മതി. ഇനി ഇതിനകത്ത് വേറെ പരിപാടി ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് വരുന്ന എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രസൻറ്റേഷനാണ്. പ്രസൻറ്റേഷൻ ഒരു പ്രത്യേക രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ മുട്ട അതിനകത്ത് കിടക്കുവാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം എന്നാ ചെയ്തതെന്ന് വെച്ചാൽ 2 പ്ലേറ്റ് എടുത്ത് വെച്ചു, അതിനകത്തോട്ട് ലെറ്റ്യൂസ് ലീഫ് വെച്ചു. ഇനി എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി റൈസ് ഇതിനകത്തോട്ട് എടുത്തേച്ച് എന്നുവെച്ച് ഇത് കംപ്ലീറ്റ് ഡീമോൾഡ് ചെയ്യണം. വരും ഇനി എന്നാ ചെയ്യേണ്ടതെന്ന്, നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ബുൾസൈല്ലേ അത് ഇതിൻ്റെ മേലിലോട്ട് ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മേലിൽ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇടുക. പിന്നെ ഇത് എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയാം, ഏത് ഭക്ഷണം ആണെങ്കിലും ചൂടോടെ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം മുട്ടയൊക്കെ ആണെങ്കിലും തണുത്ത് കഴിഞ്ഞാൽ കൊള്ളുകയല്ലോ. അന്നേരം പിന്നെ ഏറ്റവും നല്ലത് ചൂടോടെ പ്രസൻറ്റ് ചെയ്യുക.